ഞാൻ ചെയ്തെടുത്ത ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതാണ്, ഫോട്ടോ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റോളൊക്കെ വെച്ച് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേമാതിരി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണത്. അതേമാതിരി സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കണ്ട ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ച് വെച്ച്, ആ ക്ലോത്തിൻ്റെ മുകളിൽ ഓം എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. അതേമാതിരി റൗണ്ടിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്, ഫോട്ടോ ആണത്. ഞാൻ ഇതൊക്കെ ചെയ്ത് അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് ഞാൻ ഇതേമാതിരി ബ്രൗൺ പേപ്പർ ഒട്ടിച്ച് ഇതാക്കിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഒരു പച്ച, ഒരു ഡാർക്ക് ഗ്രീനും ഒരു ഈ കളറുമായിട്ട് വെച്ച് മാറിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത് കണ്ടോ. കുഞ്ചലം തൂക്കാൻ. അപ്പം ഇനിയിപ്പം ഇവിടെ ഞാനിതാ ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു ലൈന് വരച്ച് വെച്ച് കാണുന്നുണ്ടാവുമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാതെ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. B7000 ഗ്ലൂ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, ഈ വക്കത്ത് കൂടിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എന്താ കാരണം വെച്ചാൽ അപ്പോൾ കുറച്ച് സ്റ്റോളൊക്കെ ഒട്ടിക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. ഈ വക്കത്ത് കൂടെ അങ്ങനെ ഇത് ഒട്ടിച്ച് കൊടുക്കും, ഗ്ലൂ ചേർത്ത് വെച്ചിട്ട് ഇതേമാതിരി. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങും. ഇതിൻ്റെ മുകളിൽ നല്ല ഗ്ലൂ തേച്ചാലേ ഇത് ഒട്ടുന്നുള്ളൂ. ഒട്ടിച്ചെടുക്കുക. അതല്ലോ അതങ്ങനെ ഈ സൈഡൊക്കെ ഇവിടെ അങ്ങനെ ഒട്ടിച്ച് കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം. ഈ 2 കളറാണിത് വരിക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചുറ്റും ഞാനിത് അതേമാതിരി വൂളൻ നൂലിൻ്റെ കുഞ്ചലുണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുത്ത് ഈ ഗോൾഡൻ കളറ് ക്ലോത്ത് കാണുന്ന നേരത്തെ മുഴുവൻ നമുക്ക് സ്റ്റോണിനെ കൊണ്ട് വർക്ക് ചെയ്തെടുക്കാം. സാധാരണത്തെ സ്റ്റോണില്ലേ, ആ സ്റ്റോൺ എടുത്തിട്ട് വർക്ക് ചെയ്തെടുക്കാം. ഈ ഫോട്ടോ ചിത്രത്തിൻ്റെ 3 ഭാഗം ഇങ്ങനെ ഇതേമാതിരി ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ഒരു കുഞ്ചലം മാതിരി ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോണത് ഇതേമാതിരിയുള്ള സ്റ്റോണ്. ഇതെങ്ങനത്തെ സ്റ്റോണാണോ ഒന്ന് സ്റ്റോണ് കാര്യമായിട്ട് കാണിച്ചു കയ്യിൽ വെച്ചിട്ടില്ല. ഇതേമാതിരിയുള്ള സ്റ്റോണാണ്. ഇത് പല കളറുണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടു. ഇതേമാതിരി ഈ സ്റ്റോണ് എടുത്തിട്ട് ഇവിടെ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോൻ്റെ ഇവിടെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഓരോ കളറ് മാറിയിട്ട് ഇട്ടിട്ട് കണ്ടു. ഇതേമാതിരി ഞാൻ ഒട്ടിക്കുന്നില്ല, ഞാൻ ഒട്ടിക്കുന്ന വിധം കാണിക്കുന്നു. ഇതേമാതിരി ഒട്ടിച്ച് കൊടുക്കുക കണ്ടു. ഇതിൽ ഓരോ കളറുള്ള സ്റ്റോളുണ്ട്. ഏതൊക്കെ സ്റ്റോളുകളാണെന്ന് വെച്ചാൽ ആ സ്റ്റോൾ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുക കണ്ടോ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. എന്നാൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും, ഒരു വേറെ ഭംഗി ഉണ്ടാവും കാണുന്നത്. ഓരോ കളറുണ്ട്, വ്യത്യസ്ത കളർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ഞാൻ ഉപയോഗിക്കുന്ന
B7000 എന്ന ഗ്ലൂ ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഇതുണ്ടാവും. ഒട്ടിക്കുന്ന കാണിച്ചു തരാം. ആദ്യം നമുക്ക് പച്ച ഗ്ലൂ ഒട്ടിച്ചെടുക്കാം. അതേമാതിരി ഇനി അടുത്തതിൻ്റെ മുകളിൽ ഓറഞ്ച് ഒട്ടിച്ചെടുക്കും. ഇതേമാതിരി ഓരോ കളർ ഇങ്ങനെ മാറി മാറി ഇതിന് വേറെ കുറേ കളറുകളുണ്ട്. ആ കളർ എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. അതിന് റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിതായി ഇതിൻ്റെ ചുറ്റും ഇതേമാതിരി സ്റ്റോൺ ഒട്ടിച്ചെടുത്ത് അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒട്ടിച്ച് കൊടുത്ത വലിയ സ്റ്റോണുണ്ട്, ആ സ്റ്റോണിൻ്റെ ചുറ്റും അതേമാതിരിയുള്ള സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ഒട്ടിച്ചെന്നൊക്കെ കുറച്ച് അതേമാതിരി തന്നെ ഈ B7000 ഗ്ലൂ എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് ശരിയാവും. ഇവിടെ ഈ ഞാനിവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന കാണിച്ചത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗ്ലൂ ആക്കുക, കുറച്ചാക്കി കൊടുത്താൽ മതി. ഒരു സ്റ്റോണിൻ്റെ ചുറ്റും ഗ്ലൂ ആക്കിയിട്ട് അതേമാതിരി സ്റ്റോണിനുള്ള ചെറിയ സ്റ്റോണ് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് മെനക്കെടുണ്ട് ചെയ്യണമെങ്കിൽ. ഗ്ലേസിങ് ഉണ്ടാവും. ചെറിയ കത്രികേൻ്റെ എടുത്ത് ചെയ്താൽ അത് കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കയ്യിലൊക്കെ കുറച്ച് ഗ്ലൂ ആവും. എന്നാലും കുറച്ചൊരു പ്രയാസമുള്ളതിനാണ് ചെയ്തെടുക്കുന്നത്. കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഗ്ലേസിങ് ഉണ്ടാവും. അതേമാതിരി എല്ലാ സ്റ്റോണിൻ്റെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കും. അതേമാതിരി ഒട്ടിച്ചെടുക്കുക. ഓരോ സ്റ്റോണിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് കൊണ്ടുപോയി ഇതിൻ്റെ അടുത്ത് വേണേൽ ഒരു സ്റ്റോണും കൂടെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ അപ്പോൾ ഒന്നും കൂടെ ഒരു വ്യത്യസ്തതാണ്. ഇതേമാതിരി ഓരോ സ്റ്റോണിൻ്റെ ചുറ്റും ഒട്ടിച്ച് നമ്മൾ ചെയ്തെടുത്ത ഓരോ സ്റ്റോണിൻ്റെ ചുറ്റും ഇതേമാതിരി ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ചുറ്റും ഞാൻ അതേമാതിരി സ്റ്റോണിൻ്റെ ചുറ്റും ഇതേമാതിരി ഒട്ടിച്ചെടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു. അടുത്ത എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ നടുക്കിലൊരു മിറർ ഒട്ടിച്ച് കൊടുക്കുക. B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നടുക്കിൽ ഞാനൊരു മിറർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തു.
എന്നിട്ട് അതിൻ്റെ ചുറ്റും ഓരോ ഇത് കൊടുക്കുക. സ്റ്റോൺ ആദ്യം ഞാൻ പച്ച കളറാണ് കൊടുക്കുന്നത്. പച്ച കളർ സ്റ്റോൺ കൊടുക്കുക. റൗണ്ടായിട്ട് കൊടുക്കുക. ഒരു സ്റ്റോണിൻ്റെ റൗണ്ടിൽ കൊടുത്താണ്. ആറ് സ്റ്റോൺ ഒട്ടിച്ചെടുത്തതിൻ്റെ ഒരു റൗണ്ടിൻ്റെ ചുറ്റും പച്ച ഒരു മിററിൻ്റെ ചുറ്റും ഇതേമാതിരി ഒട്ടിച്ചെടുത്തു. ഇനി അടുത്ത കുറച്ച് വിട്ടിട്ട് ഒരു മിറർ ഒട്ടിച്ചെടുക്കുക. മിറർ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുന്നിൽ ഞാനിതാ ഈ ചുവപ്പ് കളറിലെ സ്റ്റോണാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഈ ഓരോ കളർ മാറി മാറി സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. അതേമാതിരി ഓരോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. കണ്ടത് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒട്ടിച്ച സ്റ്റോൺ അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് റൗണ്ട് ഒട്ടിച്ചെടുത്ത് ഓരോ കളർ മാറിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് കൂടെ ഞാൻ ഇതേമാതിരി ഒരു സ്റ്റോൺ വേറെ ഒട്ടിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ ചെയ്ത സമയത്ത് ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്.